33-ാം വാർഷികത്തോടനുബന്ധിച്ച് 33 വജ്രമോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, കച്ചേരി താഴം, മൂവാറ്റുപുഴ. ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവലറിക്കൊപ്പം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൾ മുത്തലിബ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കച്ചേരിത്താഴത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇതാ അവരുടെ പാർട്ടിയിലെ PV അൻവർ എന്ന് പറയുന്ന MLA-യുടെ വെളിപ്പെടുത്തലുകൾ കേരളം ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. PV അൻവർ അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും രാവിലും പകലിലും മുഴുവൻ സമയങ്ങളിലും കുറ്റം പറഞ്ഞു നടന്നവർ. ആ PV അൻവർ പറയുന്നു, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ കൊള്ള നടത്തുന്ന, കൊലപാതകം നടത്തുന്ന, സ്വർണ്ണ തട്ടിപ്പ് നടത്തുന്ന, സ്വർണ്ണ ഉരുക്ക് നടത്തുന്ന, സ്വർണ്ണ പൊട്ടിക്കൽ നടക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ലല്ലോ, നമ്മുടെ എല്ലാം ക്രമസമാധാന ചുമതല വഹിക്കേണ്ട കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് സംരക്ഷണത്തിന് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ADGP MR അജിത് കുമാർ കൊലയാളിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. MR അജിത് കുമാർ നടത്താത്ത കൊള്ളയും കൊളിവയ്പുമില്ല. MR അജിത് കുമാർ നടത്താത്ത അഴിമതികളില്ല. മാത്യു കുഴൽനാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. LDF സർക്കാരിനെ അധികാരത്തിൽ നിന്നും മാറ്റുന്നതിന് ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമാണെന്നും ജനങ്ങൾ ഇത്രയധികം വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടു കാണും, വായിച്ചു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ രാഷ്ട്രീയത്തിൽ വന്ന് MLA ആയി കടന്നു വന്ന PV അൻവർ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും പിൻവാങ്ങണമെന്ന് ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വരി, ഇനിയെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ബഹുമാനനായ MLA-യോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് അവസാനിക്കുന്നത്. CPM എന്നൊരു പാർട്ടിയുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്ത് നിരവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതാണ് CPM എന്ന പാർട്ടിയുടെ എന്നേക്കുമായിട്ടുള്ള അന്ത്യകൂദാശ ചെയ്യുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. പക്ഷെ ഇത് ഇത്ര വേഗത്തിലാകുമെന്ന് ആരും കരുതിയതല്ല. ആ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും നഷ്ടപ്പെട്ട്, എല്ലാ ആർജവും നഷ്ടപ്പെട്ട്, ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരുവിൽ ഇതുപോലെ ഇത്രയേറെ ആക്ഷേപിക്കപ്പെട്ട ഒരു പാർട്ടിയും മുന്നണിയും അടുത്ത കാലത്തുണ്ടായിട്ടില്ല. ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A മുഹമ്മദ് ബഷീർ, PP എൽദോസ്, KM പരീദ്, ഉല്ലാസ് തോമസ്, PS സലീം ഹാജി, PM ഏലിയാസ്, KG രാധാകൃഷ്ണൻ, K ഭദ്രപ്രസാദ്, KA അബ്ദുൾ സലാം തുടങ്ങി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.